ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC മോളിക്യൂൾസ്. ഇക്കഴിഞ്ഞ LGS പ്രിലിമിനറി എക്സാമിൻ്റെ മൂന്നാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. തുടർന്നുള്ള വീഡിയോസിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാര്? ആരാണ്? അംഷി നാരായണ പിള്ളയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ സി ലാഹോർ ആണ്. ലാഹോറിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ. 33ാമത്തെ ക്വസ്റ്റ്യൻ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ്? ആനന്ദമഠം. സന്യാസി കലാപത്തെക്കുറിച്ച് ഒരു ഷോർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. PSCക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതിൽ നിന്ന് കിട്ടും. സോ പ്ലീസ് വാച്ച് മൈ ഷോർട്സ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡുകൾ. 35ാമത്തെ ക്വസ്റ്റ്യൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വ്യക്തിയാണ് മലാല യൂസഫ്സായ്. 36ാമത്തെ ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റൈച്ചൂർ. 37ാമത്തെ ക്വസ്റ്റ്യൻ ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയാണ് ശിവജി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 38ാമത്തെ ക്വസ്റ്റ്യൻ കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങൾ വിളകൾ നട്ടു വളർത്തുന്ന രീതിയാണ് ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി. 39ാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. 40ാമത്തെ ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതേത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് PSCയുടെ ഫേവറേറ്റ് പോർഷനാണ്. സോ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. 41ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. 41ാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. അന്തരീക്ഷ താപമാണ്. അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ എന്താണ്? ബാരോമീറ്റർ. അതുപോലെ ഈ ഓപ്ഷൻസിലെ അനിമോമീറ്റർ എന്താണ്? കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അനിമോമീറ്റർ. ഓപ്ഷൻ ഡി വിൻഡ് വെയിൻ എന്താണ്? കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. 43ാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരമാണ് ചാന്നാർ ലഹള. 4ാമത്തെ ക്വസ്റ്റ്യൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറെ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഗാന്ധിജിയാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 46ാമത്തെ ക്വസ്റ്റ്യൻ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം. ഓപ്ഷൻ സി ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ മെസപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം. 48ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. 49ാമത്തെ ക്വസ്റ്റ്യൻ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദ സദൻ സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. 50ാമത്തെ ക്വസ്റ്റ്യൻ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി? ഓപ്ഷൻ ബി നൈലാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിതയാണ്? ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമ. 52ാമത്തെ ക്വസ്റ്റ്യൻ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. 51ാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21A. 54ാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 55 വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 56ാമത്തെ ക്വസ്റ്റ്യൻ പരോക്ഷ നികുതി അല്ലാത്തതേതാണ്? ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി.
57-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. ഓപ്ഷൻ എ ഉത്തരമഹാസമതലം. 58-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഓപ്ഷൻ ബി ജാർഖണ്ഡ്. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ്. ഓപ്ഷൻ ഇ കുമരകം. ഇതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, സോ എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. 60-ാമത്തെ ക്വസ്റ്റ്യൻ വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടുങ്ങരപ്പള്ളം പുഴ. ഇന്ന് നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 30 ക്വസ്റ്റ്യൻസും ഇന്ന് തന്നെ പഠിക്കുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.